ഫൈനലി എമ്പുരാൻ കാണാൻ ഒരു അവസരം കിട്ടി. ഫസ്റ്റ് ഷോ ഒന്നുമല്ല, ഫാൻ ഷോ അല്ല, കുറച്ച് വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ടിക്കറ്റൊക്കെ കിട്ടിയത്. ബട്ട് ഇപ്പോൾ അധികം തിരക്കൊന്നുമില്ല സിനിമകൾ, കാരണം ഇത് വരുന്നില്ലേ ഉള്ളൂ. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ആൻഡ് ഒറ്റ വാക്കിൽ പറയാം, കിഡിലോസ്കി പണം തന്നെയാണ് ഗൈസ്. കിഡിലോസ്കി റിവ്യൂസ് നിങ്ങൾ അധികം നോക്കി പോകുന്നതുകൊണ്ടാണ്. അത്യാവശ്യത്തിൽ കൂടുതൽ ഹൈപ്പ് ഇതിന് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യത്തിൽ കൂടുതൽ ഡീഗ്രഡേഷൻ ഈ സിനിമക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി ഐ തിങ്ക് ന്യൂസ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു സ്റ്റുഡിയോ പതിപ്പ് ഓൺലൈനിൽ എവിടെ ലീക്കായിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത ഞാൻ വായിച്ചിരുന്നു. സോ ലൈക്ക് ആരൊക്കെയോ ഈ സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയതായിട്ട് തോന്നി. കാരണം അങ്ങനെയാണല്ലോ, ഫാൻ ഷോയിൽ വെച്ചിട്ട് തന്നെ സാധനം ലീക്കാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. Someone wants to degrade this movie very bad, guys. So talking about the movie, guys, നിങ്ങൾ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ്. ആൻഡ് അൺലൈക്ക് സാഗർ ഏലിയാസ് ജാക്കി, അൺലൈക്ക് ബിഗ് ബി, അൺലൈക്ക് ഭീഷ്മ, ഇതൊരു ടോട്ടൽ ഡിഫറെൻറ്റ് അപ്രോച്ചാണ്. ആൻഡ് നായകന് കിട്ടുന്ന ഒരു ഒരു ഷോട്ട്സൊക്കെ ഉണ്ട്, സ്ക്രീൻ പ്ലേയും പിന്നെ ക്യാമറ ഷോട്ട്സൊക്കെ നല്ല അടിപൊളി കിട്ടില്ല. എന്താ പറയുക, നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മുടെ നായകൻ ഇങ്ങനെ രസിച്ച് പോകുന്നതും. പിന്നെ ഓവറായിട്ട് നായകനെ പോലെ അമാനുഷിക എബിലിറ്റീസും ഇതിൽ കാണിക്കുന്നില്ല. ലൈക്ക് ഹീസ് എ നോർമൽ ഗായ്, ആൾക്ക് ഇടിക്കാൻ അറിയാം, ഇടിക്കുന്നുണ്ട്, കൊല്ലാൻ അറിയാം, കൊല്ലുന്നുണ്ട്, സിമ്പിൾ. പിന്നെ എനിക്ക് ഏറെക്കുറെ പരാമർശം തോന്നിയത്, ഈ സിനിമ ഏറെക്കുറെ കൂടുതൽ സംസാരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ സയ്യിദ് മസൂദ്, യെസ്, കക്ഷിയുടെ പേര് സയ്യിദ് മസൂദാണ്. കക്ഷി എങ്ങനെ സയ്യിദ് മസൂദ് ആയതിനെ കുറിച്ചിട്ടുള്ള ഒരു 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 പിക്ചർ ഈ സിനിമയിൽ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു ഒരു റിവ്യൂവിൽ ഒരു ലാലേട്ടൻ ഫാൻ വന്ന് പറഞ്ഞത്, ലാലിന് അധികം ഡയലോഗ്സ് ഒന്നും കൊടുത്തില്ല, സ്ക്രീൻ പ്രസൻസ് കൊടുത്തില്ല. ബട്ട് അൺലൈക്ക് ലൂസിഫർ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഖുറേഷി എബ്രഹാമായിട്ട് അഭിനയിച്ച ഒരു സിനിമ ഇതന്നെ ആയിരിക്കണം. കാരണം ഇതിൽ സ്റ്റീഫനായിട്ട് മുണ്ടും മടക്കി വരുന്ന സീനുകളൊക്കെ വളരെ കുറവാണ്. കക്ഷി എന്താ പറയുക, ഒരു 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 നെക്സസ്, ഒരു എന്താ പറയുക, ഡ്രഗ് കാർഡിൽ എന്ന് പറയാൻ പറ്റില്ല. കക്ഷി എന്തൊക്കെയാണ് സംഭവമാണ്, എന്തൊക്കെയോ വലിയ സംഭവമാണ് ഖുറേഷി എബ്രഹാം. സോ ഖുറേഷി എബ്രഹാമിനെ കുറിച്ചിട്ടുള്ളതാണ് L3 ഇനി വരാൻ നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ക്ലിഫ് ഹാങ്കറായിട്ട് നിൽക്കുന്നത്. ആൻഡ് മെയിൻ വില്ലൻ പറയാൻ, മെയിൻ വില്ലൻ L3 വരാം, ഇതിൽ വില്ലൻ വേറെയാണ്. സോ ലൈക്ക് ഒരു എന്താ പറയുക, ഒരു മറയൊന്നും വച്ചിട്ടൊന്നുമില്ല സിനിമയിൽ. ലൈക്ക് വില്ലൻ ഇന്ന കക്ഷിയല്ല, ഇന്ന കക്ഷിയാണെന്നുള്ളത് ആ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം വ്യക്തമാവേണ്ടതാണ് വില്ലൻ ആരാണെന്നുള്ളത്. അങ്ങനെ പോസ്റ്റർ തപ്പി പോകുന്നു വേണ്ട, എന്തായാലും സിനിമ പോയി കാണും, എന്നാലേ സുഖം ഫീൽ ചെയ്യുള്ളൂ. അതിൻ്റെ റിവ്യൂസൊക്കെ കടന്നു പോയപ്പോൾ തുടക്കത്തിൽ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയവരെല്ലാവരും കറുത്ത ഷർട്ടൊക്കെ ധരിച്ച് വരുന്നപ്പോൾ ഏകദേശം ഊഹിക്കാം കക്ഷി എന്താ പറയുക, അവരെല്ലാവരും മോഹൻലാൽ ഫാൻസ് തന്നെയാണ്. സോ അവർ പറയുന്ന റിവ്യൂസ് 100% എടുക്കാൻ കഴിയില്ല, പക്ഷെ അവരെ എൻജോയ് ചെയ്തു, അവരെ ഹാപ്പിയാണ്. പിന്നീട് വന്ന റിവ്യൂസ് കുഴപ്പമില്ല, കൊള്ളാം, അല്ലെങ്കിൽ ലാലേട്ടന് അങ്ങോട്ട് കൊടുത്തില്ല, ഇത് കൊടുത്തില്ല, മറ്റേത് മറിച്ചത്, ചൈന ചക്കര എന്നൊക്കെ പറഞ്ഞ് അടുത്ത റിവ്യൂ വന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. എൻ്റെ റിവ്യൂ ലൈക്ക് ഐ വാസ് എൻ്റർടൈൻഡ് വാച്ചിങ് ദിസ് മൂവി ഗൈസ്. ആൻഡ് കാണാത്തവരോട് പോയി കാണാനേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ കോമഡിയൊക്കെ അത്യാവശ്യം ഹിന്ദി ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കണം, കാരണം ഇതിലെ ഡയലോഗുകളൊക്കെ ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ കലരുന്നുണ്ട്, അറബിക്കില്ല. സോ അത് അത്യാവശ്യം അറിഞ്ഞിരിക്കണം, കാരണം ഇതിൽ സായിപ്പന്മാരും മദാമ്മമാരും വന്ന് അഭിനയിക്കുന്നുണ്ട്, ഹിന്ദിക്കാരും വന്ന് അഭിനയിക്കുന്നുണ്ട്. സോ അത് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഈ കക്ഷി എന്തുകൊണ്ട് അവിടെ വർത്തമാനം പറയണമെന്നുള്ളത് നമ്മളിങ്ങനെ മേപ്പോട്ട് നോക്കിക്കേണ്ടി വരും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏകദേശം 2 ലാംഗ്വേജ് എല്ലാവർക്കും ഹെഡ്ലൈൻ അറിയാം. ആൻഡ് എല്ലാ മോഹൻലാൽ സിനിമയിലും കാണുന്നത് പോലെ ആൻ്റണി പെരുമ്പാവൂർ റാവുത്തറായിട്ട് ഇതിലൊരു ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട്. അതും കൊള്ളാം. ഗോവർദ്ധനെ എന്നിങ്ങനെ മയക്കിപ്പെടുത്തുന്ന ഒരു സീനുണ്ട്, അത് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഓരോ ഷോട്ട്സും എടുത്ത് പറയാൻ ഇത്ര വർണ്ണിക്കാൻ ഇങ്ങനെ തോന്നും, അങ്ങനത്തെ ഒരു സിനിമയാണ്. ആൻഡ് എന്താ പറയുക, കൂടുതൽ ഇമ്പോർട്ടൻസ് സ്റ്റീഫന് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്, വില്ലനും കൊടുത്തിട്ടുണ്ട്. തുടക്കത്തിലെ വില്ലൻ്റെ സീനൊക്കെ ഉണ്ട്, പരവ് എന്തുകൊണ്ട് അവൻ അങ്ങനെ ആയെന്നുള്ളൊക്കെ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. സോ എല്ലാവർക്കും പ്രൊമിനൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമ. ആൻഡ് എവിടെയൊക്കെ ഞാൻ തപ്പിയിരുന്നു വിവേക് ഒബ്രോയുടെ സീന് അല്ലെങ്കിൽ ഒരു ഇതൊക്കെ വരുമെന്നുള്ളത്, ഒന്നും കണ്ടില്ല, ആ വക പരിപാടിയൊന്നും ഉണ്ടായില്ല. വിവേക് ഒബ്രോ എവിടെ ചെന്നു. സോ ഓവറോൾ കിഡിലോസ്കി പടം റിവ്യൂ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ആൻഡ് എസ്പെഷ്യലി അശ്വൻ കെ ഒക്കെ പറഞ്ഞിരുന്നു ആ ഒരു
മെയിൻ വില്ലൻ ക്യാരക്ടർ കണ്ടപ്പോൾ ഒരു ചൈനീസ് കുക്കിനെ പോലെ ഫീൽ ചെയ്തു. പക്ഷേ ആ മെയിൻ വില്ലനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആ മുഖം പെട്ടെന്ന് ഓർമ്മ വന്നു. കക്ഷി ഫാസ്റ്റ് ആൻഡ് ദി ഫ്യൂരിയസ് അഭിനയിച്ചിട്ടുണ്ട്. ജെയിംസ് ബോണ്ട്, പിയേഴ്സ് ബ്രോസ്നാൻ ജെയിംസ് ബോണ്ട് ആയിരുന്ന കാലഘട്ടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സോ ഹി ഹാസ് ലൈക്ക് എ വെരി ഹോളിവുഡ് പ്രസൻസ്. അങ്ങനത്തെ ഒരു ആക്ടറിനെയാണ് മോളിവുഡിലേക്ക് വളർന്നിരിക്കുന്നത്. സോ അത്ര ഇമ്പോർട്ടൻസ് ഈ സിനിമയ്ക്ക് ഉണ്ട്. സോ വില്ലൻ ആരാന്ന് ഞാൻ പറയുന്നില്ല. ലൈക്ക് ഓൾറെഡി അശ്വന്ത് കെയൊക്കെ പറഞ്ഞു ഒരു ചൈനക്കാരൻ എന്നുള്ളത്. ആൻഡ് എത്ര 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 പ്രഡിക്ഷൻസ് ആയിരുന്നു. അമീർ ഖാൻ ആയിരിക്കുമോ, ഷാറുഖ് ഖാൻ ആയിരിക്കുമോ, മെറ്റവൻ ആയിരിക്കുമോ, വിജയ് ആയിരിക്കുമോ, കമൽഹാസൻ ആയിരിക്കും. പടം കാണാം. ഈ ഹോളിവുഡ് സിനിമ കാണാത്തവരൊക്കെ ആണെങ്കിൽ, ഇല്ലെങ്കിൽ ഈ മുഖം പരിചയിച്ചവരെല്ലാവരും ചിലപ്പോൾ ഒന്ന് ഇത് വേട്ടാറില്ലെന്ന് ഇങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ജെയിംസ് ബോണ്ട് അഭിനയിച്ച കക്ഷിയാണ് നല്ല അത്യാവശ്യം വില്ലനിഷ് ഉള്ള കക്ഷിയാണ്. ആൻഡ് ഹി ഹാസിൻ ഏജ് ലൈക്ക് മമ്മൂട്ടി പോലെ തന്നെ ആൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കട്ട വെയിറ്റിംഗ് ഫോർ L3 ആസ് യൂഷ്വൽ. കാരണം ആൻഡ് ഹാൻഡ്സ് ഓഫ് ദി എൻറ്റയർ ടീം. കാരണം ഇങ്ങനത്തെ പടങ്ങൾ സീക്വലായിട്ട് വരുമ്പോൾ സാധാരണ പരമാവധി ബോറാക്കാറാണ് പതിവ്. ഈ ഒരു ചേഞ്ച് ഇതിൽ വന്നു. ലൂസിഫർ ഇസ് ഡിഫറെൻറ്റ്, എംപുരാൻ ഇസ് ഡിഫറെൻറ്റ്, ലൈക്ക് ടോട്ടൽ ഡിഫറെൻറ്റ് ടൈപ്പാണ്. കാരണം അതിൽ ലൂസിഫർ കൂടുതൽ സംസാരിക്കുന്നത് സ്റ്റീഫനെ കുറിച്ചിട്ടാണ്. ഇതിൽ സയ്യിദ് മസൂദും പിന്നെ ഖുറേഷി അബ്രഹാം കക്ഷിയുടെ ആ ഒരു നെക്സസിനെ കുറിച്ചിട്ടൊക്കെയാണ്. അത് കുറച്ചുകൂടി ഇൻ്റർനാഷണൽ ആയി കഥ. അടിപൊളി. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ ഒരു നിഗമനം, എൻ്റെ ഒരു ആഗ്രഹം. കാരണം ആ ഒരു സൗണ്ട് എഫക്റ്റും ബി ജിയും ആവശ്യത്തിന് വേണ്ടിടത്ത് മാത്രം കാണിച്ചു. കൂടുതൽ ബോറാക്കിയിട്ടില്ല. കാരണം മറ്റേ എന്തായാലും പ്രഭാസൊക്കെ അഭിനയിച്ച സിനിമയൊക്കെ ഉണ്ട്, വെറുതെ ഒന്ന് കൈ പൊന്തിപ്പോൾ അപ്പോഴേക്കും BGM ഒരു 5-10 സെക്കൻഡ് BGM, പിന്നെ കൈ പൊന്തുന്നു, മറ്റേ കൈ താഴെയാണ്, വീണ്ടും 5 സെക്കൻഡ് BGM. അങ്ങനെയൊന്നുമില്ല. ആവശ്യത്തിന് നമ്മളെ കോരി ധരിപ്പിക്കാനുള്ള സെറ്റപ്പ്. ഈ ഒരു വിഷൻ ഉണ്ടല്ലോ, പൃഥ്വിരാജ് സാർ കക്ഷി കാണിച്ച ചങ്കൂറ്റം, ഇങ്ങനെ ചിന്തിച്ചെടുക്കാൻ കാണിച്ച സ്ക്രീൻ പ്ലേ, മുരളി ഗോപി, എല്ലാവർക്കും കൈയ്യടി കൊടുക്കേണ്ട ഒരു സംഭവമാണ് എമ്പുരാൻ. കൂടുതൽ വർണ്ണിക്കുന്നില്ല, നിങ്ങൾ തന്നെ പോയി സിനിമയെ തിയേറ്ററിൽ നേരെ പോയി കണ്ടിട്ട് വർണ്ണിക്കുക. എക്സ്പീരിയൻസ് ദിസ് മാസ്റ്റർ പീസ് ഗൈസ്. സീ യു ദ നെക്സ്റ്റ് മൈ വെരി റിവ്യൂ.